Hello, good afternoon. Welcome to Learning. നമ്മൾ ഈ ഒരു വീഡിയോയിൽ യൂണിറ്റ് 7 പ്രോപ്പർട്ടീസ് ഓഫ് ബൾക്ക് മാറ്റർ +1 സയൻസ് +1 ഫിസിക്സിലെ യൂണിറ്റ് 7 പ്രോപ്പർട്ടീസ് ഓഫ് ബൾക്ക് മാറ്ററിലുള്ള ലാസ്റ്റ് ടോപ്പിക്കുകളാണ്. അതായത് ബ്ലാക്ക് ബോഡി റേഡിയേഷൻ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ബ്ലാക്ക് ബോഡി റേഡിയേഷന്റെ കറസ്പോണ്ടിങ് ആയിട്ട് കുറച്ച് ലോസും കൂടി ഉണ്ട്. നമുക്ക് അതെല്ലാം കൂടി നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോവാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. അപ്പോൾ എന്താണ് ബ്ലാക്ക് ബോഡി എന്ന് പറഞ്ഞാൽ ഇറ്റ് ക്യാൻ ബി ഡിഫൈൻഡ് ആസ് allowing the incident radiation to pass through itself without energy reflection. എനർജി റിഫ്ലക്ഷൻസ് ഒന്നും തന്നെ ഇല്ലാതെ അതിലേക്ക് ഇൻസിഡന്റ് ആയിട്ടുള്ള റേഡിയേഷനെ അത് പാസ് ചെയ്യുകയാണ്. അതായത് പ്രത്യേകിച്ച് എനർജി റിഫ്ലക്ഷൻസ് ഒന്നും തന്നെ ഇല്ലാതെ അതിൽ വന്ന് ഇൻസിഡന്റ് ആയിട്ടിരിക്കുന്ന എല്ലാ റേഡിയേഷനെയും അലോ ചെയ്യുകയാണ്, പാസ് ചെയ്യാനായി പോകാനായിട്ട് അലോ ചെയ്യുകയാണ്. അതിനെയാണ് നമ്മൾ ആ ഒരു തരത്തിലുള്ള ടൈപ്പ് ഓഫ് ബോഡിനെയാണ് നമ്മൾ ബ്ലാക്ക് ബോഡി എന്ന് പറയുന്നത്. ഓക്കെ, അതെന്ത് ചെയ്യുന്നുണ്ട്? ഇറ്റ് സ്റ്റഡിലി അബ്സോർബ് റേഡിയേഷൻ ഇൻസൈഡ്. ഉള്ളിലേക്ക് അത് റേഡിയേഷൻസിനെ ഇൻസൈഡ് ഉള്ളിലേക്ക് അബ്സോർബ് ചെയ്യുകയും, അതായത് വിത്തൗട്ട് ഗിവിംഗ് ടു എനി അതർ, വേറെ ഒന്നിലേക്ക് തന്നെ അബ്സോർബ് കൊടുക്കാതെ എല്ലാം തന്നെ അത് അബ്സോർബ് ചെയ്യുകയാണ് ചെയ്തത്. ഓക്കെ, അപ്പൊ ഈ ഒരു പ്രോപ്പർട്ടി എന്ന് പറയുന്നത് എവറി ടൈപ്പ് ഓഫ് റേഡിയേഷൻ ഓഫ് വേവ് ലെങ്ത്, അതായത് ഏതൊരു ആംഗിൾ ഓഫ് ഇൻസിഡൻസിൽ വന്ന വേവ്സ് ആണെങ്കിലും കുഴപ്പമില്ല, എല്ലാ ടൈപ്പ് ഓഫ് വേവ് ലെങ്ത്തിലുള്ള റേഡിയേഷൻസ് എല്ലാത്തിനെയും തന്നെ ഈ പറയുന്ന പ്രോപ്പർട്ടി അതിലേക്ക് ആപ്ലിക്കബിൾ ആണ്. ഓക്കെ, ഒരു ബ്ലാക്ക് ബോഡി എന്ന് പറഞ്ഞാൽ അതിലേക്ക് വന്ന് ഫോളോ ചെയ്യുന്ന അല്ലെങ്കിൽ അതിലേക്ക് വന്ന് വീഴുന്ന എല്ലാ റേഡിയേഷൻസിനെയും അബ്സോർബ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഈ ബ്ലാക്ക് ബോഡീസ് ആർ ഐഡിയൽ റേഡിയേഷൻ അബ്സോർബൻസ്. അപ്പൊ എന്താണ് പറയുന്നത്? ബ്ലാക്ക് ബോഡീസിന് എന്ത് പറയാം? നമുക്ക് ഒരു ഐഡിയൽ റേഡിയേഷൻ അബ്സോർബൻസ് എന്ന് പറയാം. അതുപോലെ തന്നെ അതിൽ ഒരുപാട് ഇമ്പോർട്ടന്റ് ആയിട്ട് കുറെ ഫിസിക്സിൽ റിലേറ്റഡ് ആയിട്ട് കുറെ പ്രോപ്പർട്ടീസുകളും ഈ പറയുന്ന ബ്ലാക്ക് ബോഡിക്ക് ഉണ്ട്. അപ്പൊ ബ്ലാക്ക് ബോഡി എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് എല്ലാ റേഡിയേഷൻസിനെയും അതിനെ അബ്സോർബ് ചെയ്യുന്നതാണ്. അപ്പൊ അതിന്റെ കുറച്ച് ബ്ലാക്ക് ബോഡി റേഡിയേഷൻസിന്റെ കുറച്ച് എസെൻഷ്യൽ ക്യാരക്ടറിസ്റ്റിക്സുകളാണ് നമ്മൾ നോക്കുന്നത്. എ ബ്ലാക്ക് ബോഡി എമിറ്റ്സ് റേഡിയേഷൻ ഓഫ് ഓൾ വേവ് ലെങ്ത് ഇൻ അൾട്രാവയലറ്റ്, വിസിബിൾ ആൻഡ് ഇൻഫ്രാറെഡ്. അപ്പൊ എല്ലാ വേവ് ലെങ്ത്തിലുള്ള റേഡിയേഷൻസിനും എമിറ്റ് ചെയ്യാനായിട്ട് ബ്ലാക്ക് ബോഡിക്ക് സാധിക്കും. With the increase in temperature of black body, overall amount of radiation amount also increases. Okay, ആ ഒരു ബ്ലാക്ക് ബോഡിയുടെ ടെമ്പറേച്ചർ ഇൻക്രീസ് ആകുന്നതിനനുസരിച്ച് ആ എമിറ്റ് ചെയ്യുന്ന റേഡിയേഷൻസിന്റെ അമൗണ്ടും ഇൻക്രീസ് ആകും. ഓക്കെ, അതേപോലെ തന്നെ എനർജി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ഒരു യൂണിഫോം ആയിട്ടായിരിക്കില്ല, അതായത് യൂണിഫോംലി ആയിരിക്കില്ല എനർജി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. അപ്പൊ ലാംഡ എം ആണ് നമുക്ക് വേവ് ലെങ്ത് വരുന്നതെങ്കിൽ മാക്സിമം എനർജി നമുക്ക് എമിറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അതേപോലെ തന്നെ വേവ് ലെങ്ത് ലാംഡ എന്ന് പറയുന്നത് ഡിക്രീസ് ആകും, അതായത് എനർജി മാക്സിമം എനർജിയാണ് എമിറ്റ് ചെയ്യുന്നതെങ്കിൽ ലാംഡ എം എന്ന് പറയുന്നത് ഡിക്രീസ് ആകും വിത്ത് ഹയർ ടെമ്പറേച്ചറിനനുസരിച്ച് വേവ് ലെങ്ത്തിൽ വേരിയേഷൻസ് വരുന്നുണ്ടെന്നാണ് പറയുന്നത്. സോ ഇതൊക്കെയാണ് നമുക്ക് അതിൽ വരുന്ന കുറച്ച് ഇമ്പോർട്ടന്റ് ആയ കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. എന്താണ് ബ്ലാക്ക് ബോഡി റേഡിയേഷൻ എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, to stay in thermal equilibrium, a black body must emit radiation at the same rate as it absorbs. So it must also be good emitter of radiation, emitting electromagnetic waves of as many frequencies as it can absorb. Okay, അതായത് ഒരു ബ്ലാക്ക് ബോഡി റേഡിയേഷൻ എന്ന് പറഞ്ഞാൽ ഒരു തെർമൽ ഇക്വിലിബ്രിയത്തിൽ നിൽക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ബ്ലാക്ക് ബോഡി അബ്സോർബ് ചെയ്തിരിക്കുന്ന എല്ലാ വേവ്സും ആ ഒരു റേറ്റിൽ തന്നെ എമിറ്റ് ചെയ്യാനായിട്ട് സാധിക്കണം. ഓക്കെ, അതായത് എമിറ്റ് ചെയ്യും എന്നാണ് പറയുന്നത്. ഇപ്പൊ ഏതൊരു വേവ് ലെങ്തോ അല്ലെങ്കിൽ ഏതൊരു റേറ്റിലാണോ ഈ പറയുന്ന വേവ്സിനെ അബ്സോർബ് ചെയ്തിരിക്കുന്നത് ആ സെയിം റേറ്റ് ഓഫ് അബ്സോർപ്ഷനിൽ തന്നെ എന്ത് ചെയ്യണം? എമിറ്റ് ചെയ്യണം. ഓക്കെ, അത് ഏതൊക്കെ ഫ്രീക്വൻസി വേണമെങ്കിലും നമുക്ക് അബ്സോർബ് ചെയ്യാനായിട്ട് സാധിക്കും. ആ സെയിം ഫ്രീക്വൻസി അല്ലെങ്കിൽ എല്ലാ ഫ്രീക്വൻസിയും നമുക്ക് തിരിച്ച് എമിറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ടാവും. ഓക്കെ, അപ്പൊ റേഡിയേഷൻ എമിറ്റഡ് ബൈ ദ ബ്ലാക്ക് ബോഡി, ആ ഒരു ബ്ലാക്ക് ബോഡി എമിറ്റ് ചെയ്യുന്ന റേഡിയേഷൻസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ബ്ലാക്ക് ബോഡി റേഡിയേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ആ ഒരു തെർമൽ ഇക്വിലിബ്രിയത്തിൽ നിലക്കാൻ വേണ്ടിയിട്ട് എത്രത്തോളം റേഡിയേഷൻസ് അബ്സോർബ് ചെയ്തോ, ഏതൊക്കെ റേറ്റിലാണോ അബ്സോർബ് ചെയ്തത് ആ ഒരു സെയിം റേറ്റിൽ തന്നെ ഈ പറയുന്ന വേവ്സിനെ അല്ലെങ്കിൽ ആ റേഡിയേഷൻസിനെ എമിറ്റ് ചെയ്യാൻ സാധിക്കണം. ഓക്കെ, അതിനെയാണ് നമ്മൾ ഒരു ബ്ലാക്ക് ബോഡി റേഡിയേഷൻ എന്ന് പറയുന്നത്. ആ ഒരു ബോഡി, അതായത് ബ്ലാക്ക് ബോഡി എമിറ്റ് ചെയ്യുന്ന ആ ഒരു റേഡിയേഷൻസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ബ്ലാക്ക് ബോഡി റേഡിയേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അതിന് റിലേറ്റഡ് ആയിട്ട് നമുക്ക് ആ ഒരു ബ്ലാക്ക് ബോഡി റേഡിയേഷന്റെ ആ ഒരു പ്രോപ്പർട്ടീസ് അല്ലെങ്കിൽ അതിന്റെ ആ ഒരു ക്യാരക്ടറിസ്റ്റിക്സുകളൊക്കെ നമുക്ക് പ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് 2-3 ലോസ് നമുക്ക് റിലേറ്റഡ് ആയിട്ട് വരുന്നുണ്ട്. ഓക്കെ, അതിന്റെ ഫസ്റ്റ് ലോ ആണ് വെയിൻസ് ലോ, അതല്ലെങ്കിൽ വെയിൻസ് ഡിസ്പ്ലേസ്മെന്റ് ലോ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ എന്താണ് വെയിൻസ് ലോ നമുക്ക് നോക്കാം. ഇറ്റ് സ്റ്റേറ്റ്സ് ദാറ്റ് ബ്ലാക്ക് ബോഡി റേഡിയേഷൻ ഹാസ് ഡിഫറെന്റ് പീക്സ് ഓഫ് ടെമ്പറേച്ചർ അറ്റ് വേവ് ലെങ്ത്സ് that are inversely proportional to the temperature.
അപ്പോൾ ആ ഒരു വേവ് ലെങ്ത് എന്ന് പറയുന്നത് ടെമ്പറേച്ചറിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. ഓക്കെ, അതായത് റേഡിയേഷൻ ഹാസ് ഡിഫറെന്റ് പീക്സ് ഓഫ് ടെമ്പറേച്ചർ അറ്റ് വേവ് ലെങ്ത്. പല വേവ് ലെങ്ത്തിലായിരിക്കും നമുക്ക് ഉണ്ടാവുന്നത്, അതിനൊക്കെ പല ടെമ്പറേച്ചർ ആയിരിക്കും. അപ്പൊ ഈ പറയുന്ന ലാംഡ വേവ് ലെങ്ത് എന്ന് പറയുന്നത് വിച്ച് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദി ടെമ്പറേച്ചർ. ഓക്കെ, അപ്പൊ ആ ഒരു ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് കളയുന്നതിന് വേണ്ടിയിട്ടുള്ള ആ ഒരു കോൺസ്റ്റന്റ് ആണ്, ഈ പ്രൊപ്പോർഷണാലിറ്റി സൈൻ കളയുന്നതിനുള്ള കോൺസ്റ്റന്റ് ആണ് ഈ ബി എന്ന് പറയുന്നത്. ഓക്കെ, ബി എന്ന് പറഞ്ഞാൽ എന്താണ്? വെയിൻസ് ഡിസ്പ്ലേസ്മെന്റ് കോൺസ്റ്റന്റ്. ഇറ്റ്സ് വാല്യൂ ഈസ് 2.897 into 10⁻³ mK എന്നാണ്. ഓക്കെ, അപ്പൊ ടി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ദ ടെമ്പറേച്ചർ ഇൻ കെൽവിൻ എന്നാണ്. അപ്പൊ വെയിൻസ് കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ ഒരു ഫിസിക്കൽ കോൺസ്റ്റന്റ് ആണ്, അതായത് അവര് തെർമോഡൈനാമിക് ടെമ്പറേച്ചർ ഓഫ് ദ ബ്ലാക്ക് ബോഡി അതുപോലെ തന്നെ ഒരു വേവ് ലെങ്തിന്റെയും തമ്മിലുള്ള ഒരു റിലേഷനെ പറയുന്നതാണ് ഈ പറയുന്ന ഈ ഒരു വെയിൻസ് ഡിസ്പ്ലേസ്മെന്റ് കോൺസ്റ്റന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അതെന്ന് വേണമെങ്കിൽ നമുക്ക് എന്ത് പറയാം? ബ്ലാക്ക് ബോഡിയുടെ ടെമ്പറേച്ചറിന്റെയും വേവ് ലെങ്തിന്റെയും ഒരു പ്രോഡക്റ്റ് ആണെന്ന് വേണമെങ്കിലും പറയാം, അല്ലെ? ബി ഈസ് ഈക്വൽ ടു ലാംഡ മാക്സ് ഇൻറ്റു ടി എന്ന് നമുക്ക് പറഞ്ഞൂടെ, അല്ലെ? ഓക്കെ, അപ്പൊ ടെമ്പറേച്ചർ ഇൻക്രീസ് ആകുന്നതിനനുസരിച്ച് നമുക്ക് വേവ് ലെങ്ത് ഡിക്രീസ് ആകും, ബിക്കോസ് ദേ ആർ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. ഇതാണ് വെയിൻസ് ലോ അല്ലെങ്കിൽ വെയിൻസ് ഡിസ്പ്ലേസ്മെന്റ് ലോ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ എന്തൊക്കെയാണ് ഇതിന്റെ സിഗ്നിഫിക്കൻസ് നമുക്ക് നോക്കാം. ഓക്കെ, ഇറ്റ് എക്സ്പ്ലെയിൻ ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ ടെമ്പറേച്ചർ ഓഫ് ദ ബ്ലാക്ക് ബോഡി ആൻഡ് പീക്ക് വേവ് ലെങ്ത് എമിറ്റഡ്. പീക്ക് വേവ് ലെങ്ത് എമിറ്റ് ചെയ്തതും ആ ഒരു ബ്ലാക്ക് ബോഡിയുടെ ടെമ്പറേച്ചർ തമ്മിലുള്ള ഒരു റിലേഷൻ നമുക്ക് ഈ പറയുന്ന വെയിൻസ് ഡിസ്പ്ലേസ്മെന്റ് ലോ കിട്ടുന്നുണ്ട്. അതേപോലെ തന്നെ ഒരു പീക്ക് വേവ് ലെങ്ത് നമുക്ക് അറിയുമെങ്കിൽ നമുക്ക് അതിന്റെ ടെമ്പറേച്ചർ, ആ ഒരു ബോഡിയുടെ അപ്രോക്സിമേറ്റ് ആയിട്ടുള്ള ടെമ്പറേച്ചർ എന്താണെന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. അതേപോലെ തന്നെ ബ്ലാക്ക് ബോഡി വിത്ത് ലോവർ പീക്ക് എമിസീവ് പവർ ആർ ഹോട്ടർ ദാൻ ദോസ് വിത്ത് ഹയർ എമിസീവ് പവർ. എമിസീവ് പവർ കുറവാണെങ്കിൽ അത് കൂടുതൽ ഹോട്ട് ആയിരിക്കും, ആ ഹയർ എമിസീവ് പവറിനായിരിക്കും ഹോട്ട് കുറവെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് ഇതിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ട് കുറച്ച് സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്നത്. ദെൻ വാട്ട് ആർ ദ ലിമിറ്റേഷൻസ്? എന്താണ് ലിമിറ്റേഷൻസ് നോക്കിയിട്ടുണ്ടെങ്കിൽ it fails in the case of a longer wavelength black body radiation. ഒരു longer wavelength black body radiationൽ ഈ പറയുന്ന വെയിൻസ് ഡിസ്പ്ലേസ്മെന്റ് ലോ എന്ന് പറയുന്നത് ഫെയിലിയർ ആണ്. ഓക്കെ, ഒരു കണ്ടിന്യൂസ് ആയിട്ട് ഒരു വെയിൻ കർവ് നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യാനായിട്ട്, ആ ഒരു ബോഡീസ് ടെമ്പറേച്ചർ റിഡ്യൂസ് ആകുന്നതിനനുസരിച്ച് നമുക്ക് ആ ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു വേവ് നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യാനായിട്ട് സാധിക്കില്ല. അതാണ് ഈ പറയുന്ന വെയിൻസ് ഡിസ്പ്ലേസ്മെന്റ് ലോയുടെ ഒരു ലിമിറ്റേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അതിന് വരുന്ന വേറൊരു ലോ ആണ്, ഈ ഒരു ബ്ലാക്ക് ബോഡി റേഡിയേഷൻസുമായിട്ട് വരുന്ന റിലേറ്റഡ് ആയിട്ട് ഒരു ലോ ആണ് ന്യൂട്ടൺസ് ലോ ഓഫ് കൂളിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇറ്റ് ഈസ് എ ഫിസിക്കൽ ലോ ദാറ്റ് ഡിസ്ക്രൈബ് ദ റേറ്റ് ഓഫ് ഹീറ്റ് ലോസ് ഓഫ് ആൻ ഒബ്ജെക്ട് ടു ഇറ്റ്സ് സറൗണ്ടിങ്സ്. ഓക്കെ, ഒരു ഒബ്ജക്റ്റിന്റെ ആ ഒരു ഹീറ്റ് ലോസ്, അതിന്റെ ആ ഒരു റേറ്റ് ഓഫ് ഹീറ്റ് ലോസ് അതിലെ സറൗണ്ടിങ്സിലേക്ക് കൊടുക്കുന്നത് എത്രത്തോളമാണ്, ആ ഒരു റേറ്റിന് റിലേറ്റ് ചെയ്ത് വരുന്ന ഒരു ലോ ആണ് ന്യൂട്ടൺസ് ലോ ഓഫ് കൂളിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, it states that the rate of heat loss is directly proportional to the temperature difference between the object and its surroundings. Okay, അപ്പൊ ഒരു ബോഡിയുടെ ആ ഒരു ഹീറ്റ് ലോസിന്റെ റേറ്റ് എന്ന് പറയുന്നത് ആ സറൗണ്ടിങ്സും ആ ഒരു ഒബ്ജക്റ്റും തമ്മിൽ ഉണ്ടാവുന്ന ടെമ്പറേച്ചർ ഡിഫറൻസിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണെന്നാണ് നമുക്ക് പറയുന്നത്. അതല്ലെങ്കിൽ ഹോട്ടർ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് ഫാസ്റ്റർ ഇറ്റ് കൂൾ ഡൗൺ. ഓക്കെ, അപ്പൊ ആ ലോ എന്താ പറയുന്നത് നമുക്ക് നോക്കാം. ദ റേറ്റ് ഓഫ് ലോസ് ഓഫ് ഹീറ്റ് ഇൻ എ ബോഡി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദി ടെമ്പറേച്ചർ ഡിഫറൻസ് ഓഫ് ദ ബോഡി വിത്ത് ഇറ്റ്സ് സറൗണ്ടിങ്സ്. ഒരു ബോഡിയുടെ റേറ്റ് ഓഫ് ലോസ് ഓഫ് ഹീറ്റ് എന്ന് പറയുന്നത് അതിന്റെ ആ ബോഡിയുടെ ടെമ്പറേച്ചറും അതിന്റെ സറൗണ്ടിങ് ടെമ്പറേച്ചറും തമ്മിലുള്ള ഡിഫറൻസിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണെന്നാണ് ന്യൂട്ടൺസ് ലോ ഓഫ് കൂളിംഗ് പറയുന്നത്. ഓക്കെ, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു ഇക്വേഷൻ ഉണ്ട്. ടി ഓഫ് ടി ഈസ് ഈക്വൽ ടു ടി എസ് പ്ലസ് T0 minus Ts into e to the power minus kt എന്നാണ്. ഓക്കെ, ടി എന്ന് പറഞ്ഞാൽ ടൈം ആണ്, ടി ഓഫ് ടി എന്ന് പറഞ്ഞാൽ എന്താണ്, ആ ഒരു ബോഡിയുടെ ഗിവൺ ആ ഒരു തന്നിരിക്കുന്ന ബോഡിയുടെ ടൈം ടിയിൽ ഉണ്ടാവുന്ന ടെമ്പറേച്ചർ ആണ്. ടി എസ് എന്ന് പറയുന്നത് സറൗണ്ടിങ് ടെമ്പറേച്ചർ, T0 is the initial temperature of the body and k is a constant. ഇതാണ് ന്യൂട്ടൺസ് ലോ ഓഫ് കൂളിംഗ് ഫോർമുല എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അതിന്റെ എക്സാമ്പിളുകൾ എന്തൊക്കെയാണ്? മെൽറ്റിംഗ് ഓഫ് ഐസ്ക്രീം, മെൽറ്റിംഗ് ഓഫ് ഐസ്, കൂളിംഗ് ഡൗൺ ഓഫ് എ ബീവറേജ് അറ്റ് ആംബിയന്റ് ടെമ്പറേച്ചർ. ഇതൊക്കെയാണ് ഈ ന്യൂട്ടൺസ് ലോ ഓഫ് കൂളിംഗ് വരുന്ന എക്സാമ്പിൾസ് എന്ന് പറയുന്നത്. എവിടേക്കാണ് നമ്മൾ ഈ ന്യൂട്ടൺസ് ലോ ഓഫ് കൂളിംഗ് അപ്ലൈ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ ദ ഫോറൻസിക് ടു റെക്കോർഡ് ദ ടെമ്പറേച്ചർ ഓഫ് എ ഡെഡ് ബോഡി ആൻഡ് റൂം ടെമ്പറേച്ചർ ഓഫ് എ ക്രൈം സെൻസ്. ഓക്കെ, ആ ഒരു ഡെഡ് ബോഡി ടെമ്പറേച്ചർ മെഷർ ചെയ്യുന്നതിനും അല്ലെങ്കിൽ ആ ഒരു ക്രൈം സെൻസിൽ ഉണ്ടാകുന്ന റൂം ടെമ്പറേച്ചർ മെഷർ ചെയ്യാനൊക്കെ നമുക്ക് ഈ ന്യൂട്ടൺസ് ലോ ഓഫ് കൂളിംഗ് പറ്റും. അതേപോലെ തന്നെ വിത്ത് റെസ്പെക്ട് ടു ടെമ്പറേച്ചറിനനുസരിച്ച് ആ ഒരു റേറ്റ് ഓഫ് കൂളിംഗ് മെഷർ ചെയ്യുന്നതിനും ഈ പറയുന്ന ന്യൂട്ടൺസ് ലോ ഓഫ് കൂളിംഗ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇനി എന്തൊക്കെയാണ് അതിന്റെ ലിമിറ്റേഷൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് ഈ പറയുന്ന ടെമ്പറേച്ചർ ബിറ്റ്വീൻ, അതായത് സറൗണ്ടിങ്ങിന്റെയും ഒബ്ജക്റ്റിന്റെയും ടെമ്പറേച്ചർ എന്ന് പറയുന്നത് വളരെ സ്മോൾ ആയിരിക്കും, അല്ലെ? സ്മോൾ ആണെങ്കിൽ നമുക്ക് അത് ബുദ്ധിമുട്ടായിരിക്കാം.
അതേപോലെ തന്നെ the loss of heat is always through radiation ആയിരിക്കും. നമുക്ക് ലോസ് എന്ന് പറയുന്നത് എപ്പോഴും ഒരു റേഡിയേഷന്റെ രീതിയിലായിരിക്കും നമുക്ക് ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ ഒരു ഒബ്ജക്റ്റ് കൂൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ സറൗണ്ടിങ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് കോൺസ്റ്റന്റ് ആയിട്ട് തന്നെ നിൽക്കണം, എന്നാലാണ് നമുക്കത് കറക്റ്റ് ആയിട്ട് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂസ് കിട്ടുള്ളൂ. സോ ദീസ് ആർ ദ മെയിൻ ലിമിറ്റേഷൻസ് ഓഫ് ദി ന്യൂട്ടൺസ് ലോ ഓഫ് കൂളിംഗ്. ഓക്കെ, ഇനി അടുത്തൊരു ലോ ആണ് സ്റ്റെഫാൻ ബോൾട്സ്മാൻ ലോ. ഈ ഒരു ബ്ലാക്ക് ബോഡി റേഡിയേഷനുമായിട്ട് വരുന്ന ഒരു ലോ ആണ്, റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ലോ ആണ് സ്റ്റെഫാൻ ബോൾട്സ്മാൻ ലോ. The amount of radiation emitted per unit time from an area A of a black body at absolute temperature T is directly proportional to the fourth power of the temperature. അതായത് ഈ ഒരു ഇക്വേഷൻ ആണ് അവർ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അതായത് ഒരു amount of radiation, ഓക്കെ, ഒരു യൂണിറ്റ് ഏരിയ, ഒരു ബ്ലാക്ക് ബോഡിയുടെ ഒരു ഏരിയ എയിൽ നിന്ന് യൂണിറ്റ് ടൈമിൽ എമിറ്റ് ചെയ്തിരിക്കുന്ന ആ ഒരു amount of radiation എന്ന് പറയുന്നത് അറ്റ് അബ്സല്യൂട്ട് ടെമ്പറേച്ചറിലുള്ളത് അതിന്റെ ടെമ്പറേച്ചർ ടു ദി പവർ ഫോർത്ത് ടൈമിന് അല്ലെങ്കിൽ ഫോർത്ത് പവർ ഓഫ് ദ ടെമ്പറേച്ചറിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണെന്നാണ് പറയുന്നത്. ഓക്കെ, ആ ഒരു ഇക്വേഷൻ ആണ് U by A is equal to sigma T to the power 4. Sigma എന്ന് പറഞ്ഞാൽ എന്താണ്? It is the Stefan's constant. Its value is 5.67 into 10 to the power minus 8 W per m square K to the power 4 ആണ്. ഓക്കെ, അപ്പൊ ഈ ബോഡി എന്ന് പറയുന്നത് ഒരു ബ്ലാക്ക് ബോഡി അബ്സോർബ്, അതായത് ബോഡി ദാറ്റ് ഈസ് നോട്ട് എ ബ്ലാക്ക് ബോഡി അബ്സോർബ്സ് ഹെൻസ് എമിറ്റ് ലെസ് റേഡിയേഷൻ. അപ്പൊ ആ ഒരു റേഡിയേഷൻ എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും. സോ അങ്ങനെയുള്ള ഒരു ബോഡിക്ക് U is equal to E into sigma A T to the power 4 ആണ് വരുന്നത്. E എന്ന് പറയുന്നത് എമിസിവിറ്റി ആണ്. ഓക്കെ, അതായത് അബ്സോർബറ്റീവ് പവറിന് ഈക്വൽ ആയിട്ടായിരിക്കും നമുക്ക് കിട്ടുന്നത്. അതിന്റെ വാല്യൂ എന്ന് പറയുന്നത് 0 to 1 ബിറ്റ്വീൻ ആയിട്ടായിരിക്കും ഈ പറയുന്ന എമിസിവിറ്റിയുടെ വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ, with surrounding temperature of T0 ആണെങ്കിൽ net energy radiated by the area A per unit time എന്ന് പറയുന്നത് നമുക്ക് ആ ഒരു ടെമ്പറേച്ചർ ഡിഫറൻസ് ആണ്. del U is equal to എന്ത് വരും? U minus U0 is equal to E sigma A into T to the 4 minus T0 4 വരും. അതായത് T0 എന്ന് പറയുന്നത് ഒരു ടെമ്പറേച്ചർ ഓഫ്, അതായത് സറൗണ്ടിങ് ഓഫ് ടെമ്പറേച്ചർ T0 ആണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, ഇതാണ് സ്റ്റെഫാൻസ് ബോൾട്സ്മാൻ ഇക്വേഷൻസ് അല്ലെങ്കിൽ ഇക്വേഷൻ. അപ്പോൾ ഒരു സ്റ്റെഫാൻസ് ബോൾട്സ്മാൻ റിലേറ്റ് ചെയ്യുന്നത് എന്തൊക്കെയാണ്? ആ ഒരു ബ്ലാക്ക് ബോഡിയുടെ ടെമ്പറേച്ചറും amount ഓഫ് പവർ ഇറ്റ് എമിറ്റ്സ് പെർ യൂണിറ്റ് ഏരിയ, അവർ തമ്മിലുള്ള ഒരു റിലേഷൻ ആണ് നമുക്ക് കിട്ടുന്നത്. അപ്പൊ ലോ എന്താ പറയുന്നത്? ദ ടോട്ടൽ എനർജി എമിറ്റഡ് ഓർ റേഡിയേറ്റഡ് പെർ യൂണിറ്റ് സർഫസ് ഏരിയ ഓഫ് എ ബ്ലാക്ക് ബോഡി അക്രോസ് ഓൾ വേവ് ലെങ്ത് പെർ യൂണിറ്റ് ടൈം ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദി ഫോർത്ത് പവർ ഓഫ് ദ ബ്ലാക്ക് ബോഡീസ് തെർമോഡൈനാമിക് ടെമ്പറേച്ചർ. അതാണ് നമ്മൾ ആ ഒരു ഇക്വേഷനിൽ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമുക്ക് ഈ ഒരു വീഡിയോയിൽ ബ്ലാക്ക് ബോഡി റേഡിയേഷൻ എന്നുള്ളൊരു ടോപ്പിക്കിനെ പറ്റി പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പൊ നമ്മൾ ബ്ലാക്ക് ബോഡി എന്താണെന്ന് നോക്കി, ബ്ലാക്ക് ബോഡി റേഡിയേഷൻ എന്താണെന്ന് നോക്കി, അതിന് റിലേറ്റഡ് ആയിട്ട് നമ്മൾ 2-3 ലോസ് നോക്കിയിട്ടുണ്ട് അല്ലെ? വെയിൻസ് ഡിസ്പ്ലേസ്മെന്റ് ലോ, അതുപോലെ തന്നെ ന്യൂട്ടൺസ് കൂളിംഗ് ലോ, ദെൻ ലാസ്റ്റ് വൺ ഈസ് ദ സ്റ്റെഫാൻ ബോൾട്സ്മാൻ ലോ. ഇത്രയും ലോ ആണ് അതിന് റിലേറ്റഡ് ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമുക്ക് ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. താങ്ക് യു.